ഹായ് ഫ്രണ്ട്സ്, ചൂപ്പറിസ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മമ്പാട് കറുകമണ്ണയിൽ സ്ഥിതി ചെയ്യുന്ന റിവർ ബീച്ച് എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ്. അപ്പം അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഒരുമിച്ച് കാണാം. കയറി വരുന്ന മെയിൻ എൻട്രൻസിൽ തന്നെ ധാരാളം ചെടികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലായി ധാരാളം പച്ചക്കറി തോട്ടങ്ങളുമുണ്ട്. ഈ റിസോർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ പഴങ്ങളും പച്ചക്കറികളും ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് സൈഡിലുമുള്ള തോട്ടങ്ങളിൽ തെങ്ങ്, റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, ഫാഷൻ ഫ്രൂട്ട്, പേരയ്ക്ക, മിറാക്കിൾ ഫ്രൂട്ട്, ഓറഞ്ച്, ചെറുനാരങ്ങ, കാന്താരി, പപ്പായ, വ്യത്യസ്ത ഇനം മാങ്ങകൾ, സീതപ്പഴം എന്നിങ്ങനെ ഒട്ടേറെ പഴങ്ങളും പച്ചക്കറികളും വിളഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് നല്ല ചാറ്റൽ മഴയുള്ള കാലാവസ്ഥയായതിനാൽ നന്നായി ഞങ്ങൾക്ക് ആസ്വദിച്ച് കാണാൻ സാധിച്ചു. മഴ കൊണ്ട് ആസ്വദിച്ച് ചെടികളുടെ ഇടയിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങി. കയറി വരുന്ന മെയിൻ എൻട്രൻസിൽ തന്നെ വിശാലമായ പ്രയർ ഹാൾ സജ്ജമാക്കിയിട്ടുണ്ട്. വളരെ വിശാലമായ അന്തരീക്ഷം എന്നത് ഈ റിസോർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ്. കൂടാതെ ഈ റിസോർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ റിസോർട്ടിൻ്റെ പിറകിലൂടെയായി ചാലിയാർ പുഴ ഒഴുകുന്നുണ്ട്. ചാലിയാർ പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി മറ്റൊരു സൈഡിലായി റിവർ വ്യൂ എന്ന് പ്രത്യേകം എഴുതി ഒരു സ്ഥലം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ റിസോർട്ടിൽ 2 ഫാമിലി കോട്ടേജിനായിട്ടുള്ള 2 ഹട്ടും കപ്പിൾ കോട്ടേജിനായിട്ട് 3 ഹട്ടും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ചിൽഡ്രൻസ് പാർക്ക്, സ്വിമ്മിംഗ് പൂള്, മെയിൻ കിച്ചൺ എന്നിങ്ങനെ ഒട്ടുമിക്ക സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ ഫാമിലി കോട്ടേജ് ഹട്ട്. ഇതിൽ 2 റൂമുകൾ ഉണ്ട്. ഈ സൈഡിൽ കണ്ടോ ധാരാളം മരങ്ങളുണ്ട്. അതിൽ നിറയെ റംബൂട്ടാൻ കാഴ്ച നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഫാമിലി കോട്ടേജ് ഹട്ടിനേക്കാൾ പ്രത്യേകതയുള്ളത് കപ്പിൾ കോട്ടേജ് ഹട്ടിനാണ്. കാരണം പ്രത്യേക പിരമിഡ് രൂപത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്നത് കിച്ചണിൻ്റെയും ഒന്നാമത്തെ ഫാമിലി കോട്ടേജ് ഹട്ടിൻ്റെ അടുത്തേക്കുമാണ്. ഒന്നാമത്തെ ഫാമിലി കോട്ടേജ് ഹട്ട് വരുന്നത് മെയിൻ എൻട്രൻസിൽ തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ കിച്ചണ്. കൂടാതെ എല്ലാ റൂമിലും ഓരോരോ കെറ്റിലും കിച്ചണും ഒക്കെ ഉണ്ട്. ഇതാണ് മെയിൻ കിച്ചണ്. മറ്റു റൂമുകളിലൊക്കെ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് ടീ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ ഹട്ടിൽ 2 റൂമുകളാണ് വരുന്നത്. ലോ ബഡ്ജറ്റിനാണ് ഓരോ റൂമുകളും. ഇനി നമുക്കിതിൻ്റെ ചുറ്റുപാടുമൊക്കെ ഒന്ന് കണ്ടിട്ട് താഴത്തോട്ട് പോകാം. ഇനി കിച്ചണിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ കിച്ചണിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. കിച്ചണിലെന്ന് പറയുമ്പോൾ നമുക്ക് പാത്രങ്ങളും ഫ്രിഡ്ജ്, അൽഫാം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുള്ള ഗ്രില്ല്, ചെമ്പട്ടി, ഇപ്പം നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുള്ള ഫുള്ള് പാത്രങ്ങൾ ഒക്കെ കിച്ചണിലുണ്ട്. നമ്മൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്ന് ജസ്റ്റ് കൊണ്ടുപോയാൽ മതി. അവിടെ നമുക്ക് എല്ലാം സെറ്റാക്കി ഉണ്ടാക്കാം. അവിടെ കിച്ചണിൽ ഓൾ കൈൻഡ് ഓഫ് സ്പൂൺസ്, പിന്നെ പാത്രങ്ങൾ, ചെമ്പട്ടികൾ എല്ലാം അവിടെ ഉണ്ട്. ഇനി ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് ഇതാ അവിടെ പ്ലാസ്റ്റിക് ഫ്രീ സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനി താഴത്തോട്ട് പോകുന്ന സമയത്താണ് സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളത്. വലത്ത് ഭാഗത്തായിട്ട് ഫാമിലി കോട്ടേജ് ഹട്ട് ഉണ്ട്. പിന്നെ ഇടത്ത് ഭാഗത്തായിട്ടാണ് 3 ടൈപ്പ് ഓഫ് കപ്പിൾസ് ഹട്ട് വരുന്നത്. മിക്കോർ സുഹൃദപ്പൊൻ ശൗക്കിലരിപ്പം ബംഗൂഷം തികവാ തികമികവാലതി ബാധരൊത്ത ബാധനം ശോഭായ്. ഇനി നമുക്ക് കപ്പിൾസ് കോട്ടേജിലേക്ക് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇതാണ് 3 കപ്പിൾസ് കോട്ടേജ് വരുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി രാത്രി ആയാലും ഇവിടെ നല്ല ലൈറ്റൊക്കെ വന്ന് നല്ല ബ്യൂട്ടിഫുൾ ആവും കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നല്ല ആംബിയൻസ് ആവും ഇവിടേക്ക് നോക്കുമ്പോൾ തന്നെ. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ടാണ് ചിൽഡ്രൻസ് പാർക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുൻപിൽ ഒരു വെള്ളച്ചാട്ടം ചാടുന്ന പോലെ എന്തോന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ചാലിയാർ പുഴ കാണാനുള്ള റിവർ വ്യൂ എന്ന് പറഞ്ഞില്ലേ ഞാൻ, ആ സ്ഥലം. ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പുഴയുടെ അടുത്തായിട്ട് ധാരാളം ബെഞ്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ
ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് മഴയുടെ സീസൺ ആയതുകൊണ്ട് പുഴയിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഐ ലവ് റിവർ ബീച്ച് എന്ന് പറഞ്ഞൊരു ബോർഡും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് മെയിൻ എൻട്രൻസ്ക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. മേലെ നല്ല റാമ്പായിട്ട് ഇങ്ങനെ വള്ളിച്ചെടികൾ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ നൈറ്റത്തെ ആംബിയൻസ് കാണാനാണ് ഒന്നും കൂടെ ഭംഗി. കാരണം നല്ല ലൈറ്റൊക്കെ വന്നിട്ട് നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ചിൽഡ്രൻസ് പാർക്ക് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ചിൽഡ്രൻസ് പാർക്ക് ഒന്ന് കണ്ടിട്ട് വരാം. ചിൽഡ്രൻസ് പാർക്കിൻ്റെ അടുത്തായിട്ടാണ് ലവ് ബേർഡ്സിനൊക്കെ അവർ വളർത്തുന്നുണ്ട്. എന്തായാലും ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും മക്കളെയൊക്കെ കൂട്ടി വരുമ്പോൾ നന്നായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരടിപൊളി റിസോർട്ടാണ് മമ്പാട് കറുകമണ്ണുള്ള റിവർ ബീച്ച് എന്ന് പറഞ്ഞ റിസോർട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കുക. ഇവിടെ കോണ്ടാക്ട് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, പിന്നെ കമൻറ്റ് ബോക്സിലും ഉണ്ടാവും കേട്ടോ. ഇതാണ് ചിൽഡ്രൻസ് പാർക്ക്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കുട്ടികൾ മാത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ചൂപ്പറും നിനും കളിക്കുന്നുണ്ടായിരുന്നു. സീസോയും സ്വിങ്ങും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വരെ നല്ലൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്തായാലും. രാരിരോം രാരാരിരോം രാരിരോം രാരാരിരോം കുഞ്ഞിക്കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ കണ്ടുറങ്ങൂ അല്ലമീനേ കണ്ണീരുണങ്ങാത്ത. ഇതാണ് ബേർഡ്സിനെ വളർത്തുന്നത്. ഇവിടെ ചെറിയ ചെറിയ ബേർഡ്സിനൊക്കെ നന്നായിട്ട് വളർത്തുന്നുണ്ട്. കുറേ ബേർഡ്സ് ഉണ്ടെന്ന് തോന്നുന്നു. കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടുറങ്ങൂ അല്ലമീനേ കുഞ്ഞിക്കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ കണ്ടുറങ്ങൂ അല്ലമീനേ കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടുറങ്ങൂ അല്ലമീനേ. മക്കത്തെ ഒരു മൺകുടിലിന്റെ ഉള്ളിൽ നിന്നാണല്ലോ ആർദ്രമാമിയൊരീണം വെല്ലായ്മ പൂണ്ടേറെ ശോകാർ നിരത്തിലെ പൂവാൽ വിരിഞ്ഞതാണ് ആർദ്രസ്വരം. മക്കത്തെ ഒരു മൺകുടിലിന്റെ ഉള്ളിൽ നിന്നാണല്ലോ. ആ കാണുന്നതാണ് ഫാമിലി കോട്ടേജ് ഹട്ട്. അപ്പം അവിടെയും 2 റൂമുകളാണുള്ളത്. പിന്നെ അവിടെ ഇതാ ഒരു ചെറിയ ഊഞ്ഞാലുണ്ട് ടയർ കൊണ്ടുള്ള. പിന്നെ കുട്ടികൾക്ക് ചാടി കളിക്കാൻ പറ്റിയ ഒരു സാധനമുണ്ട്. ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പിന്നെ ക്യാരം ബോർഡ് ഉണ്ട്. പിന്നെ ഒരു ഫുട്ബോളുമായിട്ട് ഒരു ഗെയിമില്ലേ അതുണ്ട്. ഷട്ടിൽ കളിക്കാനുള്ള സൗകര്യമുണ്ട്. ബാസ്കറ്റ് ബോൾ ഉണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. ക്രിക്കറ്റ് ആ സൈഡിലിരുന്നങ്ങാണ്ട് ഇക്കാക്കയും ഉപ്പയും കൂടെ ക്യാരം ബോർഡ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആ സൈഡിലിരുന്നങ്ങാണ്ട് ഷട്ടിൽ ബാറ്റ് കളിക്കാം. പിന്നെ ഫോട്ടോ എടുക്കാനുള്ള കുറേ ആംബിയൻസ് ഉണ്ട് കേട്ടോ. പിന്നെ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇവിടെ രാത്രി ആയാലും സൗണ്ട് ലിമിറ്റേഷൻ്റെ ഒന്നും ഒരു കുഴപ്പമില്ല. സൗണ്ട് ലിമിറ്റേഷനോ ഒന്നുമില്ല. പിന്നെ ലൈറ്റിൻ്റെ പ്രശ്നമോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ സൗണ്ട് ലിമിറ്റേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫുള്ള് എനർജി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. രാത്രിയിലൊന്നും ഒരു ലിമിറ്റേഷനും ഒന്നിൻ്റേതായിട്ടും ഇല്ല. വളരെ ലോ ബഡ്ജറ്റാട്ടോ ഓരോ കോട്ടേജുകൾക്കും വരുന്നത്. പിന്നെ ഓരോരുത്തർക്കും എൻജോയ് ചെയ്യാൻ നല്ല വരെ ഫ്രീഡം ഉണ്ടാക്കി കൊടുക്കും. കാരണം ഒരു ബുക്കിംഗ് ഒരു ദിവസം വരെ സ്വീകരിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ആംബിയൻസ് ആണ്. അതിൻ്റെ അടിയിലായിട്ട് നിറയെ മീനുണ്ട്. ഒരു ഭാഗത്തിലെ കൊഴിയും മരത്തിന്റെ മറുഭാഗം ഇതളുകൾ
ഇനി നമുക്കൊന്ന് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് പോകാം. ഇതാണ് ആ വിശാലമായ സ്വിമ്മിംഗ് പൂള്. ഞങ്ങൾ നിൽക്കുന്ന സമയത്തൊക്കെ ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചാറ്റൽ മഴയോട് കൂടി സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഒന്ന് നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ഗേറ്റൊക്കെ തുറന്ന് അവിടെ ഒന്ന് ആസ്വദിക്കാൻ പോയതാണ്. അവിടെ ഇരിക്കാനുള്ള ബെഞ്ചുണ്ട്. പിന്നെ ആ റെഡ് കാണുന്നത് അവിടെ ഷവറൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമാണ്. ആരും വെള്ളത്തിലേക്ക് ഇറങ്ങാത്തതുകൊണ്ട് നല്ല തെളിഞ്ഞ് വെള്ളം ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ മാറ്റി റെഡി ആയിട്ട് ഇറങ്ങാനുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. പിന്നെ ഈ വള്ളിക്കെട്ടുകൊണ്ട് കുറേ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇരിക്കാനുള്ളത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതാ അവിടുത്തെ കിണറാണ്. ജീവിതത്തിൽ ആശ്വാസമാകുന്ന ഒരു കൂട്ടുകാരനെയെങ്കിലും സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ ജീവിതം ഒരു പരാജയമാണ്. ഇതുപോലെ കുറച്ച് ജീവിതമുള്ളത് അത് ആസ്വദിച്ചു തന്നെ തീർക്കണം. ഒരിടത്ത് തേങ്ങലിൻ രോദം, ഒരു ഭാഗത്തിലെ കൊഴിയും മരത്തിന്റെ മറുഭാഗം ഇതളുകൾ വിരിഞ്ഞത് കാണാം. അപ്പോൾ ഈ റിസോർട്ടൊക്കെ ഞങ്ങൾ കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴേക്കും രാത്രിക്കേക്കുള്ള ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ആഷിക്കാക്ക് കഷ്ടപ്പെട്ട് കനലൊക്കെ ചൂടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്തിനാന്ന് മനസ്സിലായിട്ടുണ്ടാവും. അൽഫാം ഉണ്ടാക്കുകയാണ്. അൽഫാമും മന്തിയും ആയിരുന്നു. അപ്പോൾ എല്ലാവരും അടുക്കളയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക, എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ച് നിൽക്കുന്നത് പോലെ. അപ്പോൾ നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി അൽഫാമും കൂടെ റെഡി ആവാനുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കും. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫുഡൊക്കെ അതാ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇനി കഴിക്കാൻ തുടങ്ങി. ഫസ്റ്റ് കുട്ടികളെ ഇരുത്തി കഴിക്കുകയാണ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിലിരുന്ന് കുട്ടികളൊക്കെ തിന്നുന്നുണ്ട്. അപ്പുറത്തെ ടേബിൾ മേലിരുന്ന് ഞാനും ഇപ്പച്ചും ബുള്ളറ്റ് മാനിക്കും പിന്നെ കുറച്ച് കുട്ടികളും ഒക്കെ ഇരുന്ന് ഞങ്ങളിങ്ങനെ തിന്നുകയാണ്. കോരികളുണ്ട് എന്തിന് അപ്പോൾ നമ്മുടെ അസ്മത്ത് എല്ലാവർക്കും ഇറച്ചിങ്ങനെ വാരിക്കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ താത്തമാരും എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് വിളമ്പി ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ആ തിണ്ടുമരോടെ പോയിരുന്നോളി. അതില് വെക്ക് അപ്പം ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുട്ടികളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താത്തന്മാരെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ രാവിലെ ആയപ്പം ഞങ്ങൾ തോട്ടമൊക്കെ ഒന്ന് ആസ്വദിച്ച് കണ്ടു. ഇതൊക്കെയാണ് റംബൂട്ടാൻ മരം, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മരം, അങ്ങനെ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. പുഞ്ചിരി സദാ ചുണ്ട് തിളങ്ങുന്ന പൂമുഖം പാരിന് ശോഭയായി ഉദിച്ചുള്ള താരകം മക്കയിൽ പിറന്നുള്ള മാനവമോ
പൂമുഖം പാരിന് ശോഭയായി ഉദിച്ചുള്ള താരകം മക്കയിൽ പിറന്നുള്ള മാനവമോചകൻ മദീനത്ത് ജീവിച്ച മുഹമ്മദ് നബിയവർ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണം അടിച്ച് പൊട്ടിക്കുക. നിങ്ങൾ കണ്ട് ആസ്വദിച്ചതുപോലെ മറ്റുള്ളവർക്കും എത്തിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ലോ ബഡ്ജറ്റിലുള്ള റിസോർട്ടുകൾ തപ്പി നടക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ മമ്പാട് കറുകമണ്ണയിലുള്ള ഈ റിസോർട്ടിലേക്കൊന്ന് ബുക്ക് ചെയ്യുക. കോൺടാക്റ്റ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആകാശത്ത് അമ്പിളിയെത്തി ആഘോഷത്തിനാദിനമെത്തി ആഹ്ലാദത്താൽ മനസ്സ് ചൊല്ലി അല്ലാഹു അക്ബർ. ആഹ്ലാദത്താൽ മനസ്സ് ചൊല്ലി അല്ലാഹു അക്ബർ. ആകാശത്ത് അമ്പിളിയെത്തി ആഘോഷത്തിനാദിനമെത്തി ആഹ്ലാദത്താൽ മനസ്സ് ചൊല്ലി അല്ലാഹു അക്ബർ.